ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ ഒന്നും പറയാതെ BJP സർക്കാരും നേതാക്കളും. മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ന്യായവും പറയാനില്ലാത്ത രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആൻ്റണിയുമൊക്കെ ആർക്കൊപ്പമാണ് എന്ന് ഇന്ന് വ്യക്തമായി. മനുഷ്യത്വം മരുന്നിന് പോലും ഇല്ലാത്തവർ കന്യാസ്ത്രീകളിലൂടെ സഭയുടെ മേൽ തീവ്രവാദ രാഷ്ട്രീയത്തിൻ്റെ കുരുക്ക് മുറുക്കുകയാണ്. ബജ്രംഗ് ദളിൻ്റെ ആക്ഷേപങ്ങൾക്കൊപ്പം കൂടി സർക്കാർ നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് ഗീർവാണം മുഴക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ BJP. കൂട്ടത്തിൽ ഛത്തീസ്ഗഡിലെ മുൻ കോൺഗ്രസ് സർക്കാരിൻ്റെ പ്രവർത്തികൾ കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഇരട്ടമുഖവും വെളിപ്പെടുന്നുണ്ട്. മതപരിവർത്തനത്തിൻ്റെ പേരിലും മനുഷ്യക്കടത്തിൻ്റെ പേരിലും സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തി ആക്രമണങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നതിന് എതിരെ സഭകൾ പോലും ശബ്ദമുയർത്തുമ്പോൾ BJP ആരെയാണ് സംശയത്തിൻ്റെ മുൾമുനയിൽ കൊണ്ടുചെന്ന് നിർത്തുന്നത്? രാജ്ഭവൻ മാർച്ചിലേക്ക് തയ്യാറെടുക്കുന്ന ആർച്ച് ബിഷപ്പുമാരുടെ തീരുമാനം വിശ്വാസ സമൂഹങ്ങളുടെ സാവകാശമായ മറുപടിയാണ്. തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ കാലുപിടിച്ചും നേർച്ച നേർന്നും കേക്ക് മുറിച്ചും പള്ളികൾ കയറിയിറങ്ങിയ ക്രൈസ്തവർക്കൊപ്പം നിന്ന് ചെവി കടിച്ചവർ ഇപ്പോൾ വിശ്വാസ സമുദായങ്ങളെ പേടിപ്പിച്ച് തീവ്ര വർഗീയവാദികൾക്ക് കുടപിടിക്കുന്നവരുടെ യഥാർത്ഥ മുഖം സമൂഹം തിരിച്ചറിയുന്നു. ആടിൻ്റെ വേഷത്തിൽ ചെന്നായയുടെ പണിയെടുക്കുന്നവരുടെ മുഖം വലിച്ചു കീറാൻ ഒരുങ്ങുകയാണ് സഭയുടെ തലപ്പത്തുള്ളവർ. അതിനിടയിൽ കന്യാസ്ത്രീകളെ കാണാനെത്തിയ BJP പ്രതിനിധിയെ അതിരാവിലെ തന്നെ അതിന് അനുവാദം നൽകി. UDF പ്രതിനിധികൾക്കും LDFകാർക്കും നന്നെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. ഇടത് നേതാക്കൾക്ക് ഇന്ന് ദുർഗിൽ തന്നെ തുടർന്ന് നാളെ അനുവാദം കിട്ടൂ.